13 ദിവസമാണ് സിന്ധുവിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ 13 ദിവസത്തെ തിരച്ചിലും സിന്ധുവിനെ പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇന്നിപ്പോൾ പോലീസ്, തണ്ടർബോൾട്ട്, വനം വകുപ്പ്, സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്നുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഘട്ടം വരെയും സിന്ധു എവിടെയാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടില്ല. ഈ ഷെഡിലാണ് സിന്ധു കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ഡിസംബർ മാസം 31-ാം തീയതി വൈകുന്നേരത്തോടു കൂടി സിന്ധുവിനെ കാണാതാവുന്നത്. ഇതിനു മുമ്പ് 31-ാം തീയതി ഉച്ചയ്ക്കൊക്കെ സിന്ധുവിനെ കണ്ടതായി പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. 30-ാം തീയതിയോടുകൂടിയാണ് സിന്ധുവിനെ കാണാതാവുന്നത്. എന്തായാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് നിർമ്മിച്ച ഷെഡാണിത്. എന്തായാലും സിന്ധു ഈ ഷെഡിലാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെ നിന്നാണ് 31-ാം തീയതിയോടുകൂടി സിന്ധുവിനെ കാണാതാവുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സിന്ധുവിൻ്റെ അമ്മയുടെ സഹോദരിയും ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ 10-13 ദിവസമായി ഇവരെല്ലാം തന്നെ കാണാത്തതുകൊണ്ട് വലിയ ഒരു പ്രയാസത്തിലാണ്. ഒരു പ്രാവശ്യം പോയി ഞാൻ. അന്നേരം ഒന്ന് താമസിച്ചിട്ടാണ് വന്നവിടെ. ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്നതാണ്. തിരിച്ചു വന്നു. വെറുതെടുക്കാനൊന്നും പോകുന്നതാണ് നമ്മൾ. നാളൊന്നും വിളിച്ചാലൊന്നും ഉണ്ടില്ല. തിങ്കളാഴ്ച ഞാൻ വിളിച്ച് നോക്കി. പണിക്ക് തൊഴിലുറപ്പിന് പോകുന്നതാണ് ഞാൻ. വിളിച്ചിട്ടോട് മിണ്ടിയാണ്. പിന്നെ പിറ്റേ ദിവസം പറഞ്ഞിട്ട് വിളിക്കുന്നവരാണ് ഇവിടെ മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ മോനോട് പറഞ്ഞ് ചേച്ചിന് കാണുന്നില്ല, നമുക്ക് നോക്കാമെന്ന്. സിന്ധു താമസിച്ച ഈ സ്ഥലത്ത് നിന്നും 300 മീറ്റർ അകലെയാണ് വനത്തിലേക്കുള്ള വഴി. അതുവഴിയാണ് സാധാരണയായി സിന്ധു കാട്ടിലകത്തേക്ക് പോകാറുള്ളത് എന്നുള്ളതാണ് ബന്ധുക്കളെല്ലാം പറയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചും വനം വകുപ്പിൻ്റെ ഉൾപ്പെടെ പരിശോധനയുണ്ട്. നാട്ടുകാരുടെ സഹായമാണ് ഈ തെരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നാട്ടുകാരാണ് ഈ വനത്തെ നന്നായി അറിയുന്നവർ. നിത്യേന ഈ വഴിയൊക്കെ സഞ്ചരിക്കുന്നവർ അവരാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൂടെ എല്ലാം തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് വനം വകുപ്പ് ഈ തെരച്ചിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വനത്തിനകത്ത് കണ്ണവം വനമേഖലയിലെ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ തന്നെ കുഴികൾ, തിക്കായിട്ടുള്ള വനം തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം തന്നെ പോലീസ്, തണ്ടർബോൾട്ട്, വനം വകുപ്പ്, അതിനു പുറമെ സന്നദ്ധ സംഘടനകൾ കൂടി ഇന്നത്തെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ജനപ്രതിനിധികളെല്ലാം തന്നെ ഇതിനുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ളൊരു തിരച്ചിലാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരായിട്ടുള്ളവരെല്ലാം തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി, നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് കഴിഞ്ഞ 13 ദിവസമായിട്ടും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. CCTVകളെല്ലാം ഇവിടെ വനത്തോട് ചേർന്നിട്ടുള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊന്നും തന്നെ തിരച്ചിൽ CCTVകൾ അധികമില്ല. അതുകൊണ്ട് തന്നെ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഒരു കഴിയാവുന്നത്രയും വ്യാപകമായ തിരച്ചിലാണ് ഇപ്പോൾ തണ്ടർബോൾട്ടും, അതുപോലെ തന്നെ പോലീസ്, വനം വകുപ്പ്, സന്നദ്ധ സംഘടനകൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, ഈ സിന്ധുവിൻ്റെ ബന്ധുക്കളെല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനത്തിൽ ഉള്ളിൽ തന്നെയാണെന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് വിവിധ സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, പോലീസിൻ്റെ തന്നെ പ്രത്യേക സേനാവിഭാഗമായ തണ്ടർബോൾട്ട്, അപ്പോൾ അവരെയും കൂടി ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായിട്ട് പരിശോധനയാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തണ്ടർബോൾട്ടിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ എത്തിച്ചേർന്നത് അറക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ജലാശയങ്ങൾ, കോറികൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തെരച്ചിൽ നമ്മൾ ഏകദേശം വൈകിട്ട് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അവർ ജനങ്ങളുമായിട്ട് അങ്ങനെ അടുത്തിടപെടാത്ത ഒരു സ്ത്രീയാണ്. ആളെ കാണുമ്പോഴൊന്നും മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു മറവിലുണ്ടാവും എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അറക്കൽ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് തണ്ടർബോൾട്ടും പോലീസും നടത്തുന്ന പരിശോധനയോടൊപ്പമാണ് നമ്മളുള്ളത്. വീഡിയോ ചാനൽ സ്ലിമേഷ് റുബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.